നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. CPIM-ൽ വിവിധ പ്രാദേശിക ഇടങ്ങളിൽ ഇപ്പോൾ സമ്മേളനങ്ങൾക്കിടെ നടക്കുന്ന പൊട്ടിത്തെറികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. ഇന്നും അത് കൂടുതൽ വികസിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്നും വരുന്ന വാർത്ത, CPIM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടി ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടേക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നതാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംഘട്ടനത്തിലേക്കും പോർവിളിയിലേക്കും സമ്മേളനങ്ങൾ എത്തിയതോടെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങുകയായിരുന്നു. വിഭാഗീയതയിൽ കർശന നടപടിയുണ്ടായേക്കുമെന്ന സന്ദേശം MV ഗോവിന്ദൻ നൽകിയെങ്കിലും പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി V ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മധു കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ മധു പരാജയപ്പെട്ടിരുന്നു. M ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി. മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടേക്കും. ഒരു കാരണവശാലും പാർട്ടി ജില്ലാ സെക്രട്ടറി V ജോയി ആയിരിക്കുന്നിടത്തോളം കാലം ഏരിയ സെക്രട്ടറി ആയിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനത്തിൽ ഇറങ്ങി വന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. തുടർന്ന് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അതിനിടെ തിരുവല്ല CPIM-ലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോഴും പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. തിരുവല്ലയിൽ വിഭാഗീയതയല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ട് എന്ന പേരിൽ പുറത്തുവന്നത് സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് അല്ലെന്നും KP ഉദയഭാനു പറഞ്ഞു. തിരുവല്ലയിലെ വിഭാഗീയത അവിടെ നടപടിയൊന്നും ഇപ്പോൾ എടുക്കാൻ ആലോചിച്ചിട്ടില്ലല്ലോ. അവിടെ വിഭാഗീയത ഒന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് ചില സമ്മേളനങ്ങളിൽ അപരാധികം വരും. അത് പിന്നെ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിച്ച് സമ്മേളനങ്ങളെല്ലാം നടത്തും. അങ്ങനെ ഒരു റിപ്പോർട്ട് വിതരണം ചെയ്തിട്ടില്ല. റിപ്പോർട്ട് സാധാരണ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയിലായാലും ആ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കമ്മിറ്റിയാണ് ഒരു റിപ്പോർട്ട് സമ്മേളനത്തിൽ വെക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇത് കമ്മിറ്റി വെച്ചിട്ടുമില്ല. ആ റിപ്പോർട്ട് കമ്മിറ്റിക്ക് യാതൊരു ബന്ധവുമില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, CPIM സംസ്ഥാന സെക്രട്ടറി കൊല്ലം കരുനാഗപ്പള്ളിയിലെ തർക്കത്തിന് ശേഷം തിരുവല്ലയിലേക്ക് എത്തുകയായിരുന്നു. അത് ഏത് തരത്തിൽ പ്രശ്നപരിഹാരമായി എന്നതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിയിലെ നടപടിക്ക് ശേഷം അസാധാരണ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സാധാരണ ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് CPIM-ൽ നടപടി പതിവില്ല. കരുനാഗപ്പള്ളിയിലെ ഇതിന് സമാനമായ രീതിയിൽ തിരുവല്ലയിലും അതേ പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇവിടെ എത്തിയത്. ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ആ യോഗം ഏതാണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു. ശേഷം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വിളിപ്പിച്ചു, അവരോട് സംസാരിച്ചു. അവരോടും കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് പറയേണ്ട, ഇനി എന്ത് ചെയ്യണം എന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ പ്രകോപിതനായി തന്നെയാണ് MV ഗോവിന്ദൻ ഈ യോഗത്തിൽ സംസാരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംഘടനാ റിപ്പോർട്ട് ചോർന്നതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൽ കടുത്ത അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തിയതായാണ് സൂചന. എന്തായാലും ഈ ലോക്കൽ കമ്മിറ്റി, അതിനുശേഷമാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വിളിപ്പിച്ചത്. തീരുമാനം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. നിലവിലുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ, തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും R സനൽകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറിന്റെ ഏറ്റവും അടുത്ത ആളുമായ KK കൊച്ചുമോനെ
സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് തീരുമാനിച്ചത്. അത് ഐക്യകണ്ഠേന തീരുമാനമെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ CPIM വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഈ KK കൊച്ചുമോനെ മാറ്റി 14 അംഗ ലോക്കൽ കമ്മിറ്റി ആയിരുന്നു, അതിലൊരു 15 അംഗം എന്ന തരത്തിലേക്ക് ഒരാളെ കൂടി ഉൾപ്പെടുത്തുന്നു. അത് ജനോ മാത്യു ആണ്, ഏരിയ കമ്മിറ്റി അംഗം. അദ്ദേഹത്തിന് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുന്നു. അദ്ദേഹത്തിന് സമ്മേളനം നടത്താൻ ആവശ്യമായ ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കൊച്ചുമോനെ മാറ്റി പകരം ജനോ മാത്യുവിന് താത്കാലിക ചുമതല. അവിടെ പൂർണ്ണമായി പ്രശ്നപരിഹാരമായിട്ടുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. CPIMനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളെ അയക്കുകയാണ്. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും കണ്ണൂർ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPIMനെയാണ്. CPIM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. UDFിലേക്ക് പോകുമെന്ന വാർത്ത തള്ളി കേരള കോൺഗ്രസ് M. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി 24നോട് പറഞ്ഞു. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് UDF നേതൃത്വവും വ്യക്തമാക്കി. UDFിലേക്ക് കേരള കോൺഗ്രസ് മടങ്ങുമെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. സഭാ നേതൃത്വം അടക്കം ഇടപെടുമെന്നും അഭ്യൂഹം പരന്നു. ഇതോടെയാണ് വിശദീകരണവുമായി കേരള കോൺഗ്രസ് M രംഗത്ത് വന്നത്. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് ജോസ് കെ മാണി തന്നെ പറയുന്നത്. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ്. കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട ആരുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല. അതും മാത്രമല്ല, LDFിൻ്റെ അഭിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. പരസ്യമായോ രഹസ്യമായോ ചർച്ച ചെയ്ത് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ അടുപ്പേ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നുള്ളത് എനിക്ക് പറയാനുണ്ട്. UDFും BJPയും സ്വാഗതം ചെയ്യുന്നത് പാർട്ടിക്ക് അടിത്തറ ശക്തമായതുകൊണ്ടാണ്. UDFിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് LDFിന്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ LDFുമായുള്ള ബന്ധം ദൃഢമായ ബന്ധമാണെന്നും ആവർത്തിക്കുന്നു. ഈ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവിശ്വസനീയമായ ഇല്ലാത്ത ഒരു വാർത്ത സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആരോ കേരള കോൺഗ്രസിനെ തകർക്കാൻ നടന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി നിലപാട് പറയട്ടെ എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പറയുന്നത്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം 24 കോട്ടയം. ശോഭാ സുരേന്ദ്രൻ, N ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. BJPക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ പ്രതികരണം. ഈ മാസം 7, 8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ 4 കൗൺസിലർമാർക്കും എതിരെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങളാണുള്ളത്. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചതായും നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചാരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് K സുരേന്ദ്രൻ രംഗത്തെത്തി. ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. അതേസമയം കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തിയെന്ന് തെളിവ് സഹിതമാണ് റിപ്പോർട്ട് നൽകിയത്. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. BJPയിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ BJPക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. പാലക്കാട്ട് C കൃഷ്ണകുമാർ ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയെന്നും
ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചതായും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ചില മുതിർന്ന നേതാക്കളുടെ ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു ചർച്ച വന്നാൽ 4 കാലിൽ വീഴാനുള്ളതെല്ലാം ഔദ്യോഗിക വിഭാഗത്തിന്റെ കയ്യിലുണ്ടെന്ന് സാരം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ ക്ഷണമില്ലാത്തത് ചർച്ചയാകുന്നതിനിടെ മുതിർന്ന CPIM നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സൗഹൃദ സന്ദർശനം എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് ജി സുധാകരൻ പിന്മാറിയിരുന്നു. ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ജി സുധാകരൻ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നത് പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയാകുമ്പോഴാണ് കൂടിക്കാഴ്ച. പുന്നപ്ര പറവൂരിലെ ജി സുധാകരന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സന്ദർശനത്തിന് രാഷ്ട്രീയമില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരുടെയും പ്രതികരണം. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രയേ ഉള്ളൂ. CPIMലേക്ക് വരുമോ? അയാൾ CPIMലേക്ക് വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ, പിന്നെന്താ രാഷ്ട്രീയം? CPIM സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ജി സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ. ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ കേട്ടില്ല, ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി, ഓവർ സ്മാർട്ട് ആവല്ലേ. ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് ജി സുധാകരൻ പിന്മാറിയിരുന്നു. സുധാകരന്റെ വീട്ടിൽ വെച്ചാണ് ചന്ദ്രികയുടെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ പ്രചരണ ക്യാമ്പയിൻ ഉദ്ഘാടനം നിശ്ചയിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് ലീഗ് നേതാക്കളെ സുധാകരൻ അറിയിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലെ നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരനെ ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. തിരികെ വാർത്താമഴയിലേക്ക്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ മേഖലയിലുള്ളവർ കൂടുതലും തിരുവനന്തപുരം നഗരത്തിലെന്ന് CNDG റിപ്പോർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള 347 പേർ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മുനിസിപ്പാലിറ്റി പരിധിയിൽ ആലപ്പുഴയും പഞ്ചായത്ത് പരിധിയിൽ ആലപ്പുഴ മണ്ണഞ്ചേരിയുമാണ് മുന്നിൽ. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്താകെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന 9201 പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നായിരുന്നു CNDGയുടെ കണ്ടെത്തൽ. ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ. 347 പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ. ഇവർ 1,53,00,000 രൂപ ക്ഷേമ പെൻഷനിൽ നിന്ന് തട്ടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനാണ് 2ാം സ്ഥാനത്ത്. 169 സർക്കാർ തട്ടിപ്പുകാർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ തട്ടിപ്പുകാർ കുറവ് കൊച്ചി കോർപ്പറേഷനിലാണ്, 70 പേർ മാത്രം. 185 സർക്കാർ തട്ടിപ്പുകാരുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ഈ വിഭാഗത്തിൽ മുന്നിൽ. രണ്ടാമത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും 68 പേർ. പഞ്ചായത്ത് മേഖല പരിശോധിച്ചാൽ 1ഉം 2ഉം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളാണ്. 1ാം സ്ഥാനത്ത് 69 തട്ടിപ്പുകാരുള്ള മണ്ണഞ്ചേരി പഞ്ചായത്താണ്. 2ാം സ്ഥാനത്ത് മാരാരിക്കുളം പഞ്ചായത്ത്. സർക്കാർ മേഖലയിലെ 47 തട്ടിപ്പുകാരാണ് മാരാരിക്കുളം പഞ്ചായത്തിലുള്ളത്. സർക്കാർ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെ 9201 പേർ ചേർന്ന് 39,27 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് CNDG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ പരിശോധന കോട്ടക്കൽ നഗരസഭയിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത് എന്നുകൂടി തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ. അതോടൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ജില്ലയായ ആലപ്പുഴയിൽ എങ്ങനെയാണ് സർക്കാർ മേഖലയിലെ ഇത്രത്തോളം തട്ടിപ്പുകാർ ക്ഷേമ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടി എന്നത് പ്രത്യേകം അന്വേഷിക്കേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത. പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ്. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തും. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. പത്തനംതിട്ടയിൽ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യം അത് യെല്ലോ അലർട്ട് ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ മഴ വൃഷ്ടി പ്രദേശങ്ങളിൽ, മണിയാർ ബാരേജിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും കാടുകളിലും തുടരുന്ന സാഹചര്യത്തിലാണ് 34 സെന്റിമീറ്ററോളം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കാനുള്ള ഒരു തീരുമാനം ജില്ലാ കളക്ടർ എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2-3 സെന്റിമീറ്ററോളം ഉയർത്തും ഷട്ടറുകൾ എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ
നിർദ്ദേശമുണ്ട്. കോന്നി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ തന്നെ ശക്തമായ മഴ ഏതാണ്ട് 3-3.5 മണിക്കൂറോളം തുടരുക തന്നെയാണ്. മലയോര മേഖലയിലും അതുപോലെ തന്നെ ശബരിമല പാതയിലും ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. ആളുകൾ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 3-3.5 മണിക്കൂറായി ശക്തമായ മഴ അത് തുടരുകയാണ്. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തും. കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കൂടാതെ എറണാകുളം, മലപ്പുറം, കോട്ടയം ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ 4 കോടി രൂപ തട്ടിയ 2 പേർ പിടിയിൽ. കൊച്ചി വാഴക്കാല സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ്. വാഴക്കാല സ്വദേശി ബെറ്റി ജോസഫാണ് പരാതിക്കാരി. ഡൽഹി ICICI ബാങ്കിൽ പരാതിക്കാരിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഈ അക്കൗണ്ട് സന്ദീപ് എന്നയാൾ ലഹരിക്കടത്തിന് ഉപയോഗിച്ചുവെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കേസിൽ നിന്നും ഒഴിവാക്കി തരുന്നതിനാണ് പണം ആവശ്യപ്പെട്ടത്. 3 അക്കൗണ്ടുകളിൽ നിന്നായി 4,11,90,094 രൂപയാണ് പരാതിക്കാരിക്ക് നഷ്ടമായത്. പിടിയിലായ മുഹമ്മദ് മൂസിലും വിഷാബും തട്ടിപ്പിന്റെ ഇടനിലക്കാരാണ്. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് തട്ടിപ്പ് തുക എത്തുക. ഇവരിൽ നിന്നും ഇനോവ ക്രിസ്റ്റ 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കൊടുവള്ളി കേന്ദ്രീകരിച്ച് വൻ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. തട്ടിപ്പ് തുക ഏകീകരിക്കുന്നത് ഇവിടെയാണ്. തട്ടിപ്പിനായി അക്കൗണ്ട് നൽകുന്നവർക്ക് 25,000 മുതൽ 30,000 രൂപ വരെ ലഭിക്കും. പണം ATM-ൽ നിന്ന് പിൻവലിച്ചു നൽകുന്നതിനും കമ്മീഷനുണ്ട്. കേസിലെ മുഖ്യപ്രതി ഉടൻ പിടിയിലാകുമെന്ന് എറണാകുളം സൈബർ പോലീസ് അറിയിച്ചു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വീണ്ടും വാർത്താ മഴയിലേക്ക്. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ 9 മരണം. ചെന്നൈയിലും പുതുച്ചേരിയിലും 4 പേർ വീതവും തിരുവള്ളൂരിൽ ഒരാളുമാണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, വെള്ളം ഇറങ്ങുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ മൃതദേഹം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, തീർച്ചയായിട്ടും ഈ ചെന്നൈയിലുള്ള 4 മരണം കൊണ്ട് ഫിൻജാൽ ചുഴലിക്കാറ്റ് വിധിച്ച മരണം അതുണ്ടാക്കിയ ഒരു ആഘാതം കുറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ പുതുച്ചേരിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് 2 മൃതദേഹം പുതുച്ചേരിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വെള്ളം ഇറങ്ങിയ പ്രദേശത്ത് നിന്ന് 2 മൃതദേഹം കിട്ടിയതായി പുതുച്ചേരി ആഭ്യന്തരമന്ത്രി നവശിവായം ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നവശിവായത്തിന്റെ ഒരു പ്രസ് മീറ്റ് അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2 പേർ അത്തരത്തിൽ മരിച്ചു എന്നാണ്. ഒപ്പം തന്നെ 4 പേരാണ് ആകെ ഈ പുതുച്ചേരിയിൽ മരിച്ചിരിക്കുന്നതിൽ 2 പേർ ഷോക്കേറ്റാണ് മരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവള്ളൂരിലുണ്ടായ ഒരു മരണം കൂടി, അതിന്റെ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ഇവിടെ ഷോക്കേറ്റ് മരിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ ഭിത്തിയിൽ പിടിച്ചപ്പോൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അങ്ങനെ ആകെ 9 മരണമായിരിക്കുന്നു. 4 പേർ ചെന്നൈയിലും 4 പേർ പുതുച്ചേരിയിലും ഒരാൾ തിരുവള്ളൂരിലും. അനുജ, ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ ചെന്നൈയിൽ 9 പേർ മരിച്ചു എന്ന കണ്ടെത്തൽ. ചെന്നൈയിലും പുതുച്ചേരിയിലും 4 പേർ വീതം, തിരുവള്ളൂരിൽ ഒരാൾ. വാർത്താമഴ അവസാനിക്കുകയാണ്.